ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ലഞ്ച് മെനു ആണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ഒരു 1.5 പിടിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 പച്ചമുളക് എരിവിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്തങ്ങ് ഉടയരുത് എന്ന വേവും വേണം, ആ ഒരു പരുവം, ഈ കുഴയുന്ന ഒരു പരുവം ആ രീതിയിലെടുക്കണം. ഇത് വീട്ടിലുണ്ടായ ചീരയാണ് കേട്ടോ. ഒരു 4-5 മൂട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ, നല്ല വലിയ ഇലയും ഒരു പുഴുക്കേട് ഒന്നുമില്ല കേട്ടോ, അങ്ങനെ വളവും ഒന്നും ഇടില്ല. നമ്മൾ ഓപ്പൺ ടെറസിൽ ഗ്രോ ബാഗിൽ ചെയ്യുക കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ ഇത് കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 4-5 മൂടേ എടുത്തിട്ടുള്ളൂ. വീട്ടിൽ തന്നെ നമ്മളിതുപോലെ ഇലകളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ കഴിയും. കാരണം എന്നും നമ്മൾ പുറത്തുനിന്നുള്ള പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു മനസ്സമാധാനമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇതിപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, കുറേ ദിവസമായിട്ട് ഞാൻ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാവുമ്പോൾ വീട്ടിൽ നിൽക്കുകയാണല്ലോ, അപ്പോൾ രാവിലെ തന്നെ ഇത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. 10 രൂപയുടെ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാമത് വാങ്ങേണ്ടി ഒന്നും വരില്ല. ഇതിലൊരു മൂട് നിർത്തിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അരി കിട്ടും. ആ അരി തന്നെ വീണ്ടും ആ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് തയ്യാവുമ്പോൾ ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇത്ര അരിഞ്ഞ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടാവും. പരിപ്പ് വെന്തങ്ങ് ഉടയരുത്, എന്നാൽ ആ ഒരു ഉടയുന്ന പരുവം നന്നായി വെന്ത് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ ഉടയുന്ന ഒരു പരുവമായിരിക്കണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് തേങ്ങ വേണം. ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. എരിവിന് മുളക് പൊടി ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. നന്നായിട്ട് അരയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണം എന്നുള്ളവർക്ക് ചേർത്താൽ മതി. എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഒരു 1-2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മതിയാവും. അപ്പോൾ ഒന്ന് അരച്ചെടുത്ത് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അത്യാവശ്യം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് നമ്മുടെ ചീര, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചീര ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആവട്ടെ, അതിനുശേഷം അരപ്പ് ചേർത്താൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് നല്ലപോലെ തിളച്ച് ആ ചീര ഒന്ന് വേവണം. ഒന്ന് കലങ്ങി പോരുത്, ഒന്ന് വേവുന്ന ഒരു പരുവുണ്ടല്ലോ. അങ്ങനെ പച്ച കടിക്കാൻ പാടില്ല. നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു റോ ടേസ്റ്റ് വരില്ലേ, അത് വരാൻ പാടില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ അരപ്പ് ചേർക്കണ്ട. ആ ചീര ഒന്ന് ചേർത്ത് ഒന്ന് തിളച്ച് ചീര ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ. ഇളക്കിയിട്ട് തിളയ്ക്കാൻ പാടില്ല. തിള വരുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് എടുക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഓക്കെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി കിട്ടട്ടെ. തിളക്കരുത്, അത് ശ്രദ്ധിക്കുക. ഒന്ന് ചൂടായി കിട്ടുക ചെയ്യാവൂ. അപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് താളിച്ചൂടി ഇടണം, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ കുക്കറിലേക്ക് ഒരു 2 പിടിയോളം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ 2 വിസിൽ കേൾപ്പിച്ചെടുക്കും. വെന്തങ്ങ് കുഴയരുത് എന്നാൽ വേവും വേണം ആ ഒരു പരുവം. ഇൻ കേസ് 2 വിസിൽ കേൾപ്പിച്ച് അത് വെന്തിട്ടില്ല കുറച്ചുകൂടി വേവാനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് വീണ്ടും അടച്ചു വെച്ച് വിസിൽ കേൾപ്പിക്കരുത്. ഒരു പാത്രത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് അത് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ബാക്കി ആയി കിട്ടും. അല്ലാതെ അങ്ങ് കുഴയുന്ന പരുവം വരെ ഇട്ട് വിസിലടുപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു 2 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഈ തേങ്ങയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പയറായതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 വെളുത്തുള്ളിയോട് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതച്ചെടുക്കുക ചെയ്യാവൂ, അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ തോരൻ്റെ പരുവം എന്താ അത് പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം അടിയിലുണ്ട്. ഒരുപാട് വെള്ളമാണെങ്കിൽ കുറച്ചൊന്ന് ഊറ്റി മാറ്റണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു സ്വല്പേ ഉള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരപ്പിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ. ഒരു 1 മിനിറ്റ് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി മാറ്റിയിട്ട് മാത്രമേ അരപ്പിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. ഇതൊരു പൊട്ട് വെള്ളമേ ഉള്ളൂ, കാരണം ആ ഒരു ആവി കയറാൻ വേണ്ടിയുള്ള വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. വെന്ത് നമ്മുടെ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി, ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി അരപ്പും പയറും ഒക്കെ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയി കിട്ടണം. അത്രയേ ഉള്ളൂ. ഇനിയൊരു സ്വല്പം നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ എടുക്കാം. ഇത് മതി കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് 2 കറിയിലേക്കും, നമ്മുടെ ചീരയും പരിപ്പും കറിയിലേക്കും അതുപോലെ തന്നെ പയർ തോരനിലേക്കും താളിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നമുക്ക് കുറച്ച് ചമ്മന്തിയുടെ ആവാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം മാങ്ങ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 പിടിയോളമൊക്കെ തേങ്ങ എടുത്താൽ മതി. 1-2 പിടിയോളം തേങ്ങ എടുക്കാം. ഇത് അത്യാവശ്യം കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കാന്താരി മുളക് ഞാൻ ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം വേണമെങ്കിൽ കുറച്ച് മുളക് ചേർത്തിട്ട് മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ചമ്മന്തിയുടെ പരുവത്തിൽ. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് അരച്ച് കൊണ്ടുവന്നു. അതിപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. ഇതിലേക്ക് നമ്മുടെ ചെറുപയർ തോരൻ, അതുപോലെ തന്നെ ചമ്മന്തി, വെള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇത് വേണ്ടാന്നുള്ളവർക്ക് മുളക് കുറച്ച് അളവ് കുറച്ചിട്ട് കുറച്ച് മുളക് പൊടിയോട് ചേർത്താൽ മതി. അപ്പം കളർ ചേഞ്ച് ആയി കിട്ടും. ഇനി നമ്മുടെ ചീര പരിപ്പ് കറി, വേണമെങ്കിൽ ഒരു പപ്പടം കൂടിയൊക്കെ ആവാം കേട്ടോ. മുട്ട വേണ്ടുന്നവർക്ക് മുട്ട പൊരിച്ചതാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മാങ്ങാച്ചാർ കൂടി ചേർക്കുന്നുണ്ട്. വാട്ടിയ മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.